അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ശരി. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് തമിഴ്നാട്ടുകാരനായ ഒരു ഡോക്ടർ തുടങ്ങിയ മെന്റൽ അസൈലമുണ്ട്. അവിടെയാണ് ഞാൻ പ്രേമയെ പാർപ്പിച്ചിരിക്കുന്നത്, ഒരു രോഗിയുടെ രൂപത്തിൽ. അവിടുന്ന് വേണം നമുക്ക് അവരെ മാറ്റാൻ. പ്ലാൻ ചെയ്തിരിക്കുന്ന നീയായോണ്ട് ചോദിക്കുക. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു സംശയം ചോദിച്ചോട്ടെ? ആ, ചോദിച്ചോ. പ്രേമയെ അവിടെ കൊണ്ടാക്കിയത് ശരത്താണല്ലോ. അപ്പൊ ശരത്ത് തന്നെ അവരെ അവിടുന്ന് മാറ്റിയ പോരെ? അതെ, അത് ശരിയാണല്ലോ. അങ്ങനെ ചെയ്താ പോരെ? എന്റെ തങ്കച്ചി, എന്റെ കയ്യിൽ വണ്ടിയില്ലല്ലോ. മാത്രമല്ല ബോധമില്ല അവസ്ഥയില പ്രേമ. അവരെ മാറ്റുമ്പോ ആരെങ്കിലും സഹായം വേണ്ടി വരും. നിങ്ങൾക്കെന്താ എന്നെ വിശ്വാസമില്ലേ? ആരെയോ ചതിക്കാനോ വഞ്ചിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ പറയുന്നത്. എല്ലാവർക്കും ഗുണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച. വേറൊന്നുമില്ല, ഈ പ്ലാനിന് ഒരു വ്യക്തത കുറവുണ്ട്. അതുകൊണ്ടല്ലേ സ്വാമി ഞാൻ ഈ പറഞ്ഞത്, ഇതൊരു പരീക്ഷണമാണ്. പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കും, എന്നിട്ട് എന്നെ സഹായിക്കും. അല്ലെങ്കിൽ ഒഴിഞ്ഞു. ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളാം. ശരി ശരി, ഒരു വഴക്ക് വേണ്ട. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെ തന്നെ നടക്കട്ടെ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പാളല് വന്നാ നമ്മളെല്ലാവരും പെടും. അതുകൊണ്ടാ പിന്നെയും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നത്. അല്ലാതെ നിന്നെ സംശയിക്കുന്നോണ്ടൊന്നുമല്ല. ഇങ്ങനൊരു കുരുക്കെടുത്ത് എന്റെ തലയെ വെച്ച് പോയി. നീ അത് ചുമക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഉറപ്പായിരുന്നു ഒന്നും സംഭവിക്കില്ല. ആശുപത്രി ലൊക്കേഷൻ അയച്ചുതരാം. രാത്രി വണ്ടി കൊണ്ട് അവിടെ എത്തിയാൽ മതി. മനസ്സിലായോ? എടോ, തന്നോട് ചോദിച്ച മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അവിടെ കാണാം. ശരി ശരി. തങ്കച്ചിയെ മാത്രം ഓർത്ത ഞാൻ അവൻ പറയുന്നത് അനുസരിക്കാൻ പോണം. അവസാനം അത് എനിക്ക് കുരുക്കാവരുത്. സ്വാമി പേടിക്കണ്ട, ഞാൻ കൂടെ തന്നെ ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് പേടി. എന്തെങ്കിലും പറ്റിയ സാറും ഞാനും തമ്മിലുള്ള ബന്ധം അതോടെ തീരും. എന്നെ ആട്ടിയിറക്കും സാറാ വീട്ടിൽ നിന്ന്. അയാൾ അടിച്ചിറക്കണമെങ്കിൽ അടിച്ചിറക്കട്ടെ, സ്വാമിക്ക് ഞാനുണ്ട്. വർഷങ്ങളായിട്ടുള്ള ബന്ധം തങ്കച്ചി സാറുമായിട്ടുള്ളത്. അത്ര പെട്ടെന്ന് മുറിച്ചു കളയാൻ പറ്റില്ല അത്. എടോ സ്വാമി, താൻ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. ഈ പ്ലാൻ നടക്കാതെ വന്നാലല്ലേ സ്വാമി പെടാൻ പോകുന്നത്. അങ്ങനൊരു ഘട്ടം വന്നാ സ്വാമി രണ്ടിനെയും വഴിയിലിറക്കി അങ്ങ് രക്ഷപ്പെട്ടേക്കണം. അയ്യോ തങ്കച്ചി. എന്തായ്യോ? താൻ തന്റെ സേഫ്റ്റി നോക്കിയാ മതി. ഇതിലാകെയുള്ള റിസ്ക് വഴി വെച്ച് പോലീസ് പിടിക്കാന്നുള്ളതാ. പോലീസ് പിടിച്ച അങ്ങനൊരു സാഹചര്യം വന്നാ താൻ തന്റെ തടി രക്ഷിക്കണം. അങ്ങനൊരു പ്ലാൻ ബിയും കൂടി നമ്മൾ മനസ്സിലുറപ്പിക്കുന്നു. ഇപ്പൊ തീർന്നില്ലേ സ്വാമിയുടെ സംശയങ്ങള്? കൂടെ നിന്നിട്ട് ഇടക്കിട്ട് പോവാന്ന് പറയുന്നത് ശരിയാണോ തങ്കച്ചി? രണ്ടും കൂടി നടക്കില്ല സ്വാമി. ഒന്നുകിൽ എല്ലാം മറന്ന് താൻ ശരത്തിന്റെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള പഴുതും കൂടി കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഈ രണ്ട് വഴികളിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. എന്ത് വേണമെന്ന് സ്വാമി തന്നെ തീരുമാനിക്കും. സ്വാമി സംശയിച്ച പ്രശ്നം എൻ്റെ ഉള്ളിലും ഉണ്ട്. ഈ പ്ലാനിനൊരു വ്യക്തത കുറവുണ്ട്. പിന്നെ ചെയ്യുന്നത് ശരത്തായതുകൊണ്ട് മാത്രം കൂടെ നിൽക്കുന്നത്. നാളെ അവനെ കൊണ്ടുള്ള ആവശ്യം നമുക്കും ഉള്ളതാണല്ലോ. ഈ ഒരു കേസിന്റെ പേരിൽ നമുക്കവനെ പിണക്കാൻ പറ്റില്ലല്ലോ. അതെനിക്കറിയാം. പക്ഷെ കുറുക്കനാണ് അവൻ. എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. അതുകൊണ്ടാ പേടി. അവൻ കുറുക്കനായ സ്വാമി കുറുക്കന്റെ അപ്പനാവണം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും നമ്മൾ ഇതിനോട് സഹകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയൊരു പിന്മാറ്റം എന്തായാലും പറ്റില്ല. നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാം. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും.